ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഡൽഹി മുസ്തഫാബാദിൽ ഈ അപകടം ഉണ്ടായത്. ഒരു 4 നില കെട്ടിടം പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. ഈ കെട്ടിടത്തിൽ കെട്ടിട ഉടമ ഉൾപ്പെടെ 4 കുടുംബങ്ങൾ താമസിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ അറിയിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ ഇതുവരെ 4 പേർ മരിച്ചിരിക്കുന്നു, 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ അറിയിക്കുന്നത്. ഇനിയും 10 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് സംശയിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തി വരുന്നത്. ഒപ്പം പ്രദേശവാസികളുടെ സഹായവും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉണ്ട്. ഇതൊരു ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ സമീപത്തായി വീടുകൾ നിരവധിയുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വാഹനങ്ങൾ എത്തിക്കുന്നതിനും മറ്റും തടസ്സമാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം അതിവേഗം തന്നെ പുരോഗമിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിട്ട് 8 മണിക്ക് ശേഷം ഡൽഹിയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. ഈ കെട്ടിടം സാമാന്യം കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. കൂടാതെ ഘടനാപരമായി തന്നെ കെട്ടിടത്തിന് ബലക്കുറവുണ്ടായിരുന്നു എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഈ കാറ്റിലും മഴയിലും ബലക്ഷയം സംഭവിച്ച കെട്ടിടം തകർന്നു വീണതാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയായ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുക.